ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് ചോറ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് നന്നായി കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ്. ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് ചോറ്, അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം, അതുപോലെ തന്നെ സോഡാപ്പൊടി അല്ലെങ്കിൽ സോഡാ പൗഡർ, അതുതന്നെയാണ് അപ്പക്കാരം. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ്, പിന്നെ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ രാവിലേക്കുള്ളത് കൊണ്ട് തന്നെ രാത്രിയിലാണ് അരച്ച് വെക്കുന്നത് കേട്ടോ. ദെൻ വൈകുന്നേരമൊക്കെ ഉള്ളതാണെങ്കിൽ എടുക്കാനുള്ളതാണെങ്കിൽ രാവിലെ അരച്ച് വെക്കുക, രാവിലേക്കുള്ളതാണെങ്കിൽ രാത്രി അരച്ച് വെക്കുക. ഈ മിക്സിലേക്ക് അരി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചോറ്, തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പാക്കി അരച്ചെടുക്കുന്നത്, കാരണം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓട്ടട, ഉത്തപ്പം എന്നൊക്കെ പറയാം, അതേ ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പക്ഷെ നമുക്ക് ആ ചട്ടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ തലേന്ന് ഇങ്ങനെ അരച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. നമുക്ക് തലേന്നൊക്കെ അരച്ച് വെച്ച് രാവിലെ എണീറ്റ് വന്ന ഉടനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിതും കൂടി അരച്ചെടുക്കണം. അപ്പോൾ അതും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് സോഡാപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉത്തപ്പം അതുപോലെ ഓട്ടട അതിൻ്റെ ആ ബാറ്ററിനാട്ടിൽ കുറച്ചും കൂടി ഒന്ന് ലൂസായിരിക്കണം. പക്ഷെ നമ്മൾ നീർദോശമൊക്കെ ആക്കുന്ന പോലെ അത്ര ലൂസാവുകയും വേണ്ട. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിലാക്കി എടുക്കണം. ഞാനിവിടെ ഉപ്പും അപ്പക്കാരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മിക്സി നന്നായിട്ട് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം മിക്സി രാത്രി തന്നെ വെള്ളം ഒഴിച്ചതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം തിക്കായിരിക്കാൻ പാടില്ല, അപ്പം നന്നായി കിട്ടൂല. കുറച്ചൊന്ന് ലൂസിലായിരിക്കണം. നമുക്കത് ചുട്ടെടുക്കണം. അതിനായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ ഒരു പാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. തോനെ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റും. ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ ഓരോ ഹോൾസ് ഇങ്ങനെ വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടത്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഇത് ഹോൾസ് വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കൊന്നും വേണ്ട, പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായ അപ്പം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. താങ്ക് യു.